പത്തനംതിട്ടയിൽ നിന്ന് കോന്നിക്ക് വരികയായിരുന്നു കേട്ടോ. നിങ്ങളെ ഒരു കാര്യം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള, നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഈ നേരെ ഈ വാഹനത്തിലോട്ട് നോക്കുക. ചിക്കൻ കപ്പ ബിരിയാണി. നമുക്കറിയാം ഏതൊക്കെ രീതിയിലുള്ള വിഭവങ്ങളെല്ലാം നമ്മുടെ വഴിയോരങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. ഞാൻ സാറിൻ്റെ പേര് തന്നെ പറയുകയാണ്, നമ്മൾ പഴയതുമായ, അതായത് ഇപ്പം നിലവിൽ നേരത്തെ കോൺട്രാക്ടറാണ്, അപ്പം ലൈസൻസിയാണ് സാറ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനും കൂടെ, അതായത് കോന്നിക്ക് തൊട്ടടുത്തുള്ള ഇളല്ലൂരില്ലേ സാറേ, ചിറ്റൂർമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോയിലേക്ക് കിടക്കുന്നു. ഓക്കെ, സുഭാഷി സാറ് എന്നാ ഉണ്ട്? സുഭാഷി സാറ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ നാട്ടുകാർ തൊട്ടടുത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മുടെ ചുങ്കപ്പാറയ്ക്ക് തൊട്ടടുത്തുള്ള നിർമ്മലാപുരത്ത് അല്ലേ, ആ സ്ഥലത്തിൻ്റെ പേര് ഓഡിറ്റോറിയം ഉള്ള സ്ഥലത്തിൻ്റെ പേരെന്നാ? ചുങ്കപ്പാറ തന്നെ. ആ ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണമൊക്കെ നടത്തിയ ആളാണ് കേട്ടോ സുഭാഷി സാറ്. ഇപ്പോൾ എത്ര വർഷമായിട്ട് നമ്മൾ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നു? 45 വർഷം. അപ്പോൾ ഇപ്പോഴും സ്റ്റേറ്റ് ലൈസൻസ് ചെയ്യണം? ഇല്ല, ക്യാൻസൽ ആയതോ? ഉണ്ട്. ഇപ്പം നമുക്ക് നിലവിലുള്ള തൊഴിൽ ഇതാണതോ? വർക്ക് പിടിച്ച് ചെയ്യുന്നുമുണ്ടല്ലേ. ഓക്കെ, ഞാൻ ഈ സെബാസ്റ്റ്യൻ സാറും മകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനെ കുറച്ച് നാൾ ഗൾഫിലായിരുന്നു. മകൻ്റെ പേരെന്ന് പറഞ്ഞ പോലെ അനീഷ് ഒമാനിലായിരുന്നു കുറച്ച് നാൾ. നിങ്ങൾ കേൾക്കണം, ഞാൻ കണ്ടോ വീട്ടിലെ ഭക്ഷണം ഓർഡർ സ്വീകരിക്കുന്നു. കണ്ടോ, ഫോൺ നമ്പർ സഹിതം നിങ്ങൾ നോക്കിയോ, നോട്ട് ചെയ്തോളുക. ഞാനൊരു പുതുമയാണ് നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഞാനിത് നിർത്താൻ പോലും കാരണം, കപ്പ ബിരിയാണി നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ചിക്കൻ കപ്പ ബിരിയാണി 110 രൂപ. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി 120 രൂപ. നമുക്കറിയാം ഹോട്ടലത് വ്യവസായമാണ്, പക്ഷേ എങ്കിൽ പോലും ചിക്കൻ ബിരിയാണി നമ്മളിവിടെ വിൽക്കുന്നത് 120 രൂപ. വീട്ടിലെ ഊണെന്നാ സാറേ, എന്നാ വില സാറേ? വീട്ടിലെ ഊണെന്നാ വിലയാണ് വിൽക്കുന്നത്? വീട്ടിലെ ഊണ് കൊടുക്കുന്നത് 70 രൂപ. മീൻ വേണമെങ്കിൽ ഇപ്പം മീൻ വില കൂടുതലായതുകൊണ്ട് 50 രൂപ. അപ്പം 120 രൂപ. മീനിന് വില കുറവാണെങ്കിലോ? 40 രൂപ. ഓക്കെ, അപ്പോൾ അതൂടെ കൂട്ടി 70, 40, 110 രൂപ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടി വേറെ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ ഈ ഊണിൻ്റെ കൂട്ടത്തിൽ? വേറെ സാധാ ഊണ്, നാടൻ സാധാ ഊണ്. അപ്പോൾ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. പൊറോട്ട, ചപ്പാത്തി, അപ്പം, ചെറുകടികൾ, കറികൾ, ചിക്കൻ, ബീഫ്, വെജിറ്റബിൾ, പായസത്തിന് എല്ലായിടത്തും ഇവിടെ വിൽക്കുന്നുണ്ട്. 30 രൂപയാണ്. നമ്മളിവിടുത്തെ സെബാസ്റ്റ്യൻ സാർ വിൽക്കുന്നത് 25 രൂപ. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പം ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പത്തനംതിട്ടയിൽ നിന്ന് നിങ്ങൾ കോന്നിക്ക് വരുമ്പം ഈ വാഹനം നിങ്ങൾ നേരിട്ട് നോക്കുക. ഈ കിടക്കുന്ന വാഹനത്തിൽ നിന്ന് ഈ സാധനം വാങ്ങാവുന്നതാണ്. ചിക്കൻ കപ്പ ബിരിയാണി വാങ്ങാവുന്നതാണ്. എല്ലാവരും ഇത് ഓർമ്മ വെക്കുക. നമ്മുടെ സെബാസ്റ്റ്യൻ സാറിൻ്റെ സ്ഥാപനവും വളരട്ടെ. മറ്റ് സ്ഥാപനങ്ങൾ വളരുന്നത് പോലെ തന്നെ കണ്ടോ, ഈ റൂട്ടോട് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരുന്നു. ഓക്കെ, ഈ റൂട്ടിൽ തന്നെ സെബാസ്റ്റ്യൻ സാർ ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും സെബാസ്റ്റ്യൻ സാറിനെ എന്നെ സഹായിക്കുക. ഓക്കെ, ഇതുപോലെയാണ്. കാരണം എന്ത് തൊഴിൽ ചെയ്താലും നമ്മൾ ജീവിക്കാൻ വേണ്ടിയല്ലേ. ആ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗത്തിലിറങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് രീതിയിലാണോ ജീവിക്കാൻ പറ്റുന്നത് ആ രീതിയിലേക്ക് കണ്ടോ. അതാണ് ചിക്കൻ ബിരിയാണി. ഓക്കെ, നല്ല ഓർഡർ ഉണ്ടല്ലേ. നല്ല സാറേ, എപ്പോൾ രാവിലെ എത്ര മണിക്ക് തുടങ്ങുന്നത്? 9:30 തുടങ്ങിയിട്ട് എത്ര മണിക്ക് തീരും? 3 മണി വരെ. 3 മണിക്ക് ഇപ്പം തീരും, കംപ്ലീറ്റ് തീരും. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. വാഹനത്തിൽ വരുന്നവരും അല്ലാതെ വരുന്നവരും എല്ലാവരും സഹകരിക്കുക. വീട്ടിലെ ഭക്ഷണം ചിക്കൻ കപ്പ ബിരിയാണി. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.